ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അടിപൊളി വിശേഷം തന്നെയായിരുന്നു. നമ്മുടെ സുധീനെ രവീന്ദ്രൻ കണ്ടുപിടിച്ചിരിക്കുന്നു, രേവതിയുടെ സഹായത്തോടു കൂടി തന്നെ. രേവതി അപ്രതീക്ഷിതമായാണ് ആ ഒരു ഹോട്ടലിൽ എത്തുകയും നമ്മുടെ ചന്ദ്രനെ കാണാനിടയായി. ചന്ദ്രയുടെ പുറകെ പോയി അപ്പോഴാണ് സുധീനെ കണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ഒന്നൊന്നര അടി തന്നെയാണ് നമ്മുടെ രവീന്ദ്രൻ സുധിക്കിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു, നീ നിൽക്കേണ്ടത് എവിടെയാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ, നീ അവിടെ നിന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം, ഞാൻ ചോദിച്ചോളാം, നീ ഒരക്ഷരം മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രവീന്ദ്രൻ സുധിയുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ സുധി വീണ്ടും അച്ഛ എന്നോട് ക്ഷമിക്കച്ഛ എന്നിങ്ങനെ പറഞ്ഞതും മിണ്ടിപ്പോകരുത്. അച്ഛനോ? ആരുടെ അച്ഛൻ? നിന്റെ അച്ഛനല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിന്റെ അച്ഛനായിരുന്നുവെങ്കിൽ, നിനക്ക് അങ്ങനെ ഒരു പരിഗണന എന്നിലുണ്ടായിരുന്നുവെങ്കിൽ, നിനക്ക് എന്നോട് ഒരച്ഛൻ്റെ സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ നീ കാണിക്കുമായിരുന്നോ? ഇത്തരത്തിലുള്ള തെമ്മാടി പരിപാടി നീ കാണിച്ചിട്ട് പോവില്ലായിരുന്നല്ലോ. നീ നശിപ്പിച്ചതേ ആരുടെ ജീവിതമാണെന്നറിയാമോ? നിന്റെ മാത്രമല്ല, ദേ ആ പെണ്ണിൻ്റെ ജീവിതമാണ്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇഷ്ടമല്ലാതെ വേറൊരുത്തിയുടെ കൂടെ ഇറങ്ങിപ്പോയ തൻ്റെ വരൻ, ആ മുദ്രയിലല്ലേ അവള് ഇനിയിപ്പോൾ അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയൻ്റെ ഭർത്താവ് കെട്ടി. ആ ഒരു പേരൊരിക്കലും രേവതിയിൽ നിന്ന് മാറിപ്പോകുമോ? ഇല്ലല്ലോ. ഇതിന് മാത്രം എന്തു മഹാപാവാടാ ആ പെൺകുട്ടി ചെയ്തത്. എന്തെങ്കിലും തെറ്റ് ആ പെൺകുട്ടി ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതിനോട് നീ എന്തിനാടാ ഈ വഞ്ചന കാണിച്ചത്? നിനക്കതിനെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നിനക്ക് പറയായിരുന്നല്ലോ അതിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നുവെന്ന്. എന്നിട്ടും നീ ആ 25 ലക്ഷത്തിന് വേണ്ടി ആ പെണ്ണിൻ്റെ ജീവിതം കുരുതി കൊടുക്കുന്നത് പോലെ ആയില്ലേ? എന്നിട്ട് അവിടെ രക്ഷിച്ചതാരാണെന്നോ? അതും എൻ്റെ മോൻ സച്ചി. നിനക്കറിയാലോ എൻ്റെ മോൻ സച്ചിയുടെ മനസ്സ് എന്താണെന്ന്. വേറെ ആരെക്കാളും നന്നായിട്ട് നിനക്കറിയാമെന്ന് എനിക്കറിയാം. നീ ആയിട്ടാ നിൻ്റെ ജീവിതം ഇപ്പം തൊലച്ച് ഇവിടെ നിൽക്കുന്നത്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ആ വീട്ടിലേക്ക് നിനക്ക് പ്രവേശനമില്ല. നീ വലിയ ബിസിനസ്സുമാനാവുകയും നീ ആ 25 ലക്ഷം കൊണ്ട് പോയി എന്താന്ന് വെച്ചാൽ നീ സമ്പാദിച്ചുണ്ടാക്കുക. അല്ലാതെ ഒരിക്കലും ഇനി നീ അങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛാ അങ്ങനെ പറയരുത് അച്ഛാ. ദേ ഞാൻ പറഞ്ഞു സുധി, നീ അങ്ങനെ ഇനി എന്നെ വിളിക്കരുത്. പിന്നെ ആ 25 ലക്ഷം നിനക്ക് അർഹതപ്പെട്ടതല്ല. കാരണം രേവതിനെ വിവാഹം കഴിക്കുന്ന ആരാണോ അവർക്കാണ് ഞാൻ 25 ലക്ഷം രൂപ കൊടുക്കേണ്ടത്. നീ രേവതിനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞല്ലേ ആ 25 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അപ്പം പിന്നെ ആ 25 ലക്ഷം രൂപ നിനക്ക് വേണ്ടി ബിസിനസ് ചെയ്യാൻ ഞാൻ എന്തിനു തരണം? അങ്ങനെ നിനക്ക് വേണ്ടി ബിസിനസ് ചെയ്യാൻ തരേണ്ട കാര്യമുണ്ടോ എനിക്ക്? നീ രേവതിനെ അല്ലല്ലോ വിവാഹം കഴിച്ചത്. അപ്പം പിന്നെ ആ 25 ലക്ഷം രൂപ എനിക്ക് ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സുധി വല്ലാണ്ടങ്ങ് ആയിപ്പോയി. അപ്പോഴത്തേക്കും ചന്ദ്ര വന്ന് പറഞ്ഞു, അത് പിന്നെ രവിയേട്ടാ, ദേ നിന്നോട് മിണ്ടിപ്പോകരുതെന്നാണ് പറഞ്ഞത്. നിൻ്റെ വോയിസ് ഇനി ഇവിടെ ഇല്ല. നീ ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് അത് ഞാൻ പിന്നെ തരാം. അതിനുള്ളത് നീ വെയിറ്റ് ചെയ്യ്, നിനക്ക് ഞാൻ തരാം. എനിക്കിപ്പം എൻ്റെ 25 ലക്ഷം രൂപ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ആ 25 ലക്ഷം രൂപ എന്ത് പറ്റി 25 ലക്ഷം രൂപയ്ക്ക്? അപ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറഞ്ഞു, അത് രവിയേട്ടാ 25 ലക്ഷം രൂപയെ ഇവന് ഒരു സ്ഥലത്ത് കൊടുത്തേക്കുക. അവനത് ഇൻവെസ്റ്റ് ചെയ്തേക്കുക. അത് ബിസിനസ് തുടങ്ങാൻ നേരത്തെ എടുക്കാൻ. ദേ നീ തോന്നിവാസം പറയരുത്. ആ 25 ലക്ഷം രൂപ എവിടെ പോയി എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ ഈ രവീന്ദ്രൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ 25 ലക്ഷം രൂപ നീ ഏത് പെണ്ണിനാടാ കൊണ്ട് കൊടുത്തത്? ആ പെണ്ണ് നിന്നെ പറ്റിച്ചിട്ട് പോയല്ലേടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഇല്ല അച്ഛാ, ദേ മിണ്ടിപ്പോകരുത്. ഇനിയും നീ എന്നോട് നുണ പറയുന്നോ? നീ നുണ പറയുന്നതിനൊക്കെ ഞാൻ ഇനി കൂട്ട് നിൽക്കുന്നതാണോ നീ വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സുധീനെ തല്ലി അങ്ങോട്ട് ചതച്ചു കേട്ടോ. തല്ലി ചതച്ചെന്ന് പറഞ്ഞാൽ കണ്ടമാനം തലങ്ങനും വിലങ്ങനും ഒക്കെ നമ്മുടെ രവീന്ദ്രൻ അടിക്കുകയാണ്. ഇടയ്ക്ക് വന്ന് നമ്മുടെ ചന്ദ്ര വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും, ദേ നീ നിൻ്റെ മകനെയും കൂട്ടിയാണ് വീട്ടിലേക്ക് വരാനിരിക്കുന്നത് എങ്കിൽ വേണ്ട ചന്ദ്രേ, നീ ഇവിടെ നിന്നോ. നിന്റെ മകനാണ് നിനക്ക് വലുതെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി. ആ വീട്ടിലേക്ക് നീയും വരേണ്ട കാര്യമില്ല.
എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വല്ലാത്ത ഒരു മാനസികാവസ്ഥയോടു കൂടി തന്നെയാണ്. കുറേ അടിയൊക്കെ കൊടുത്തു, ഒരിക്കലും നിന്നെ വീട്ടിൽ കയറ്റില്ല എന്ന ആ ഒരു ഇതോടുകൂടി തന്നെയാണ് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. ഞാൻ എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും നമ്മുടെ രവീന്ദ്രൻ തകർത്ത് അഭിനയിച്ച് കളഞ്ഞു ആ രംഗങ്ങളൊക്കെ. അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. ഒരച്ഛൻ എന്ന നിലയിൽ നമ്മുടെ രവീന്ദ്രൻ ഉണ്ടാകാവുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ എന്താണെന്ന് നല്ല രീതിയിൽ തന്നെ നമ്മുടെ രവീന്ദ്രൻ എന്ന ക്യാരക്ടർ അഭിനയിച്ച് തകർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുമാതിരി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, സമനില തെറ്റിയ ഒരാളെ പോലെയാണ് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരിക. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതി വല്ലാത്ത ടെൻഷനിലും പേടിയിലും ഒക്കെ തന്നെയാണുള്ളത്. അത് വേറൊന്നുമല്ല, ടെൻഷനും പേടിയൊക്കെ. അച്ഛൻ അവിടെ ചെന്ന് എന്തു പറയും, എന്താണ് ഇനിയിപ്പോൾ ഉണ്ടാവുക, തൻ്റെ പേര് ഇതിനിടയിൽ വലിച്ചഴയ്ക്കുമല്ലോ, താൻ കുറ്റക്കാരിയാകുമല്ലോ. എങ്കിലും കുഴപ്പമില്ല, ഞാൻ കുറ്റക്കാരി ആയാലും കുഴപ്പമില്ല, എന്നെ ചതിച്ചവനെ ഞാൻ വെറുതെ വിടില്ല എന്ന ആ ഒരു ഇതിൽ തന്നെ, സ്റ്റാൻഡിൽ തന്നെയാണ് നമ്മുടെ രേവതി ഉറച്ചു നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടെ വണ്ടികൾ പോകുന്നുണ്ടേ, അപ്പോൾ അതും കൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കണത്. നമ്മൾ റോഡ് സൈഡിലാണ് താമസിക്കുന്നത്, സ്ഥിരം പ്രേക്ഷകർക്ക് അറിയായിരിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അപ്പം ജനൽ ഓപ്പൺ ആക്കിയിട്ടേക്ക്, ജനൽ തുറന്നിട്ടേക്കാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ ഇങ്ങനത്തെ ചൂടാണെങ്കിൽ നാട്ടുമ്പുറത്തുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഒന്ന് ജനൽ അടച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തി രേവതി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ രേവതിയുടെ മുന്നിലേക്ക് രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ കണ്ടു, കൊടുക്കാനുള്ളതൊക്കെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്, അവൻ മേലാൽ ഈ വീട്ടിൽ കയറില്ല, ഈ വീട്ടിൽ അവനെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, അവനെ ഇനി എവിടെയാണെന്ന് വെച്ചാൽ പോയി താമസിക്കും, അവനിനി എൻ്റെ മകനല്ല. അതുപോലെ അവളും ചന്ദ്രയും, അവളെയും ഞാൻ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ അച്ഛ അങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ഒരിക്കലും അമ്മ തെറ്റ് ചെയ്തിട്ടില്ല, അമ്മ തെറ്റുകാരിയല്ല. കാരണം ഒരമ്മയുടെ മനസ്സല്ലേ, അത് ഏതു മക്കളാണെങ്കിലും ഈ ഒരു അവസ്ഥയിൽ തന്നെയൊക്കെ ആകുമ്പോഴത്തേക്കും, ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴത്തേക്കും അമ്മമാരുടെ മനസ്സ് അലിഞ്ഞു പോകും. അത് എത്ര തെറ്റ് ചെയ്തിട്ടാണെങ്കിലും മക്കളെ മാറ്റി നിർത്താൻ അമ്മമാർക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തിയത്. അതിനിപ്പോൾ അമ്മ എന്ത് തെറ്റാ ചെയ്തത്? അതുകൊണ്ട് അമ്മേനെ ഒരിക്കലും ഇവിടെ കയറ്റാതിരിക്കരുത്, അമ്മേനെ വിളിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല, ഞാൻ അവളെ വിളിക്കില്ല. കാരണം അവൾ കാണിച്ചത് അത്രയ്ക്ക് കന്നന്തിരിവാണ്. അവൾക്ക് എന്തിൻ്റെ കേടായിരുന്നു? അവൾക്ക് എന്തിൻ്റെ കേടായിട്ടാണ് അവളെ അവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അവൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? വീണ്ടും എത്ര തെറ്റ് ചെയ്താലും അവൾ ചേർത്ത് പിടിക്കും സുധീനെ. പക്ഷേ ഈ സ്ഥാനത്ത് എൻ്റെ സച്ചിമോനായിരുന്നെങ്കിൽ എന്തായിരുന്നേ അവസ്ഥ എന്ന് രേവതി നിനക്കറിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും അമ്മേനെ ഇവിടെ കയറ്റാതിരിക്കരുത്, അമ്മേനെ ഇങ്ങോട്ട് വിളിക്കണം, അച്ഛൻ തന്നെ വിളിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല മോളെ, ഞാൻ വിളിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ രേവതി വിളിക്കാൻ പോവുകയാണ്. കാരണം രേവതിക്ക് അറിയാം ചന്ദ്ര തെറ്റൊന്നും ചെയ്തിട്ടില്ല, കാരണം ചന്ദ്ര തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ തൻ്റെ മകനെ ഏതൊരു അമ്മയാണെങ്കിലും, എത്ര തെറ്റ് ചെയ്യുന്ന മക്കളാണെങ്കിൽ പോലും സ്വന്തം അമ്മ അംഗീകരിക്കാതിരിക്കില്ലല്ലോ. അതങ്ങനെയാണല്ലോ നമ്മുടെ പ്രപഞ്ച സത്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സച്ചിയായി ഈ സ്ഥാനത്തെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരിഗണന നമ്മുടെ ചന്ദ്ര കൊടുക്കില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ രേവതി നേരെ ചന്ദ്രനെ വിളിക്കുകയാണ്. ചന്ദ്രയും അതുപോലെ സുധിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ തന്നെയാണുള്ളത്. ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതിയുടെ കോള് വരുന്നത്. അപ്പോൾ രേവതി പറയുക, അമ്മ ഒരു കാര്യം ചെയ്യമ്മ, അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കണത്, അമ്മ തിരിച്ചു വീട്ടിലേക്ക് വാ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അച്ഛൻ പറഞ്ഞിട്ടോ, അങ്ങേര് ഇവിടെ വന്ന് അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി പോയിട്ട് എന്നോട് വരാൻ പറഞ്ഞെന്നോ? അതെ അമ്മ, ഞാൻ സത്യം പറയുന്നത്, അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്, അമ്മ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, അമ്മ എന്തിനാ പിണങ്ങിപ്പോയി മാറി നിൽക്കുന്നത്? ഇതിൻ്റെ പേരിൽ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അമ്മ വാ, അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാ, ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വിളിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ, അച്ഛൻ പറയാതെ ഞാൻ വിളിക്കുമോ? അതുകൊണ്ട് വാ, ഞാനിവിടെ ആഹാരമൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുക, അമ്മ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വാ എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് ചെറിയൊരു ആശ്വാസം. എന്നാൽ പിന്നെ ചന്ദ്ര എന്ത് ചെയ്തു? ചന്ദ്ര തന്നെ പോകണ്ടേ? നമ്മുടെ ചന്ദ്ര സുധീനെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ എന്താ ഉണ്ടാകാൻ പോകുന്നത്? അങ്ങനെ സുധീനെ വിളിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സീനാകെ പ്രശ്നമാവുകയാണ്. അവിടെ നമ്മുടെ രവീന്ദ്രൻ കേറ്റില്ല, നിന്നെ ഒരിക്കലും വീട്ടിനകത്ത് കേറ്റില്ല എന്ന ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അതിനിടയിലായിക്കോട്ടെ നമ്മുടെ രേവതിയോട് മാപ്പ് പറഞ്ഞാൽ കയറ്റാം, രേവതിയോട് നീ മാപ്പ് പറയണം, രേവതിയോട് നീ ചെയ്ത തെറ്റ് അംഗീകരിക്കണം, എങ്കിൽ കയറ്റാമെന്ന് പറയുകയാണ്. അവിടെ നമ്മുടെ ചന്ദ്ര
സമ്മതിക്കുമോ സുധീനെ കൊണ്ട് രേവതിയോട് മാപ്പ് പറയിക്കാൻ? ചന്ദ്ര പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ മാപ്പൊന്നും പറയിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു വേണ്ട, നിന്റെ കുഞ്ഞ് ഇവിടെ കയറി താമസിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല, അതുകൊണ്ട് മാപ്പ് പറഞ്ഞില്ലേ മാപ്പ് പറയണ്ട. അവൻ ചെയ്തത് ഞങ്ങളോട് ആരോടും അല്ലല്ലോ തെറ്റ് ചെയ്തത്, ദേ ഈ പെണ്ണിനോടാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് അവൻ മാപ്പ് പറയാതെ ഇവിടെ കയറില്ല എന്ന് തന്നെ പറഞ്ഞു. ഏതായാലും ലാസ്റ്റ് നമ്മുടെ സുധി മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇതിനും അപ്പുറം സീനുകളാണ് ഇനി വരാനിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചി എത്തുന്നുണ്ട്. സച്ചി എത്തി കഴിയുമ്പോഴത്തേക്കും സീൻ ആകെ വഷളാവുകയാണ്. സുധീനെ വീട്ടിൽ കണ്ടു കഴിയുമ്പം നമ്മുടെ സച്ചിയുടെ നിയന്ത്രണം തെറ്റുക തന്നെയാണ്. സച്ചി കൊടുക്കുകയാണ് കേട്ടോ. ചേട്ടനാണെന്നൊന്നും നോക്കുന്നില്ല, എന്താ പറയുക, അതുപോലെ ഇട്ട് തല്ലുകയാണ് നമ്മുടെ സുധീനെ. അതുപോലെ സുധീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഗേറ്റിന് വെളിയിൽ വെച്ച് ലോക്ക് ചെയ്ത് ഗേറ്റ് പൂട്ടി താക്കോലും കൊണ്ട് വീടിനകത്തേക്ക് കയറുന്നു. നമ്മുടെ ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി തീരുന്നു. കാരണം ചന്ദ്ര പറയുന്നുണ്ട് ഇതെൻ്റെ വീടാണ്, ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ഇത് നിൻ്റെ വീട് മാത്രമല്ല, നിൻ്റെ അച്ഛൻ ഇത് എൻ്റെ പേരിലും കൂടി എഴുതി വെച്ചിരിക്കുന്നത്. മകളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിൻ്റെ അച്ഛൻ അത് എൻ്റെ പേരിലും കൂടി എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കാതെ ഇവിടെ ആരും താമസിക്കില്ല എന്ന് തന്നെയാണ് ഉറച്ച നിലപാടിൽ തന്നെ രവീന്ദ്രൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ സച്ചി നാളെ എത്തുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചിയുടെ സീനൊക്കെ നാളെ കഴിഞ്ഞൊക്കെ ആയിരിക്കാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം. നാളെ കഴിഞ്ഞല്ല, നാളെ കഴിഞ്ഞ് കാണുമായിരിക്കാം. നമുക്ക് ഇനിയിപ്പം ശനിയാഴ്ച ഉണ്ടല്ലോ, വിശേഷം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പുതിയ വിശേഷത്തിനായിട്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ചാനലായ ചിന്നൂസ് വേൾഡിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയൊക്കെ എന്നും ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള കഥകളൊക്കെ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, ടാറ്റാ, ബൈ ബൈ.